Dears, once again welcome back to Lovely Shouts. Lovely ഷോട്ട്സിൻ്റെ LP UP LDC പരീക്ഷകളുടെ മറ്റൊരു മോക്ക് ടെസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 2023 പരീക്ഷകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ മോക്ക് ടെസ്റ്റ് രൂപത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2024 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് 2024 ജനുവരിയിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2023 ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മറ്റു വീഡിയോകളിലൂടെ നമ്മൾ 2023 മുഴുവൻ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. നോക്കാം ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ബി ആണ്. 1, 2, 3 ശരി. 1, 2, 3 ശരി. അതായത് 1 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. 2 കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമായിരുന്നു. 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. 3 ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായത് തിരഞ്ഞെടുക്കുക. ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. ബി, സി, ഡി ശരി. അതായത് ഗുരുവായൂർ സത്യാഗ്രഹം 1931 ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് 1916 ഇവിടെ തെറ്റായ പ്രസ്താവന വൈക്കം സത്യാഗ്രഹമാണ്. 1928 എന്നാണ് കൊടുത്തത്. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924 അപ്പോൾ ബി, സി, ഡി ശരിയാണ്. ഇവിടെ ഓപ്ഷൻ ബി, സി ആണ് ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ് ശരി. ശരിയായ ജോഡിയിൽ ബി ആണ് ശരിയായിരിക്കുന്നത്. 2 സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു ആണ്. സ്വരാജ് പാർട്ടിയുമായി ബന്ധപ്പെട്ടത് മോത്തിലാൽ നെഹ്റു ആണ്. സ്വതന്ത്ര പാർട്ടിയുമായി ബന്ധപ്പെട്ടത് സി രാജഗോപാലാചാരിയാണ്. സി രാജഗോപാലാചാരി. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. അപ്പോൾ 2, 3, 4 എന്നിവ ശരിയാണ്. 1 ആര്യ സമാജം രാജാറാം മോഹൻ റായി ആണ്. അത് തെറ്റായ കോമ്പിനേഷനാണ്. ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. രാജാറാം മോഹൻ റോയ് അല്ല. അപ്പോൾ ആൻസർ 2, 3, 4 ആണ് ശരി. അതായത് ഓപ്ഷൻ ബി ആണ് ശരിയായ ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1783 പാരീസ് ഉടമ്പടി. 1783 പാരീസ് ഉടമ്പടിയുമാണ്. പാരീസ് ഉടമ്പടിയാണ് താഴെ തന്നിരിക്കുന്നതിൽ അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യവുമായി ഇംഗ്ലണ്ട് അംഗീകരിച്ചത്. അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് 1783 പാരീസ് ഉടമ്പടിയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നവയിൽ ഏത് വൻകരയിൽ ഉള്ള രാജ്യത്ത് നിന്നാണ്? G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നവയിൽ ഏത് വൻകരയിൽ ഉള്ള രാജ്യത്ത് നിന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഏഷ്യ. ഏഷ്യ വൻകരയിൽ നിന്നുള്ള രാജ്യത്ത് നിന്നാണ് ഇന്ത്യ G20 അധ്യക്ഷ പദവി ഏറ്റെടുത്തത്. അതായത് ഇന്തോനേഷ്യയിൽ നിന്നാണ് ഇന്ത്യ അധ്യക്ഷ പദവി ഏറ്റെടുത്തത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഏഷ്യ രാജ്യം ഇന്തോനേഷ്യയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം.
2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം. ഓപ്ഷൻ എ ആണ് ആൻസർ. 10 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. 10 രാജ്യങ്ങളാണ് 2023 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരം അതിൽ പങ്കെടുത്തത്. 10 രാജ്യങ്ങളാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, 10 രാജ്യങ്ങൾ. 2023 ക്രിക്കറ്റ് ലോകകപ്പിൽ വിന്നേഴ്സ് ഓസ്ട്രേലിയയാണ്, റണ്ണേഴ്സ് ഇന്ത്യയാണ്. വിന്നേഴ്സ് ഓസ്ട്രേലിയ, റണ്ണേഴ്സ് ആയത് ഇന്ത്യയാണ്. ഗ്രന്ഥശാല പ്രവർത്തകനായ PN പണിക്കരുടെ ജന്മസ്ഥലം. ഗ്രന്ഥശാല പ്രവർത്തകനായ PN പണിക്കരുടെ ജന്മസ്ഥലം. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ആലപ്പുഴ. ആലപ്പുഴയാണ് ഗ്രന്ഥശാല പ്രവർത്തകനായ PN പണിക്കരുടെ ജന്മസ്ഥലം, ആലപ്പുഴ. കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനം ഏത്? കേരളത്തിൽ ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനം ഏതാണ്? ആൻസർ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്, ഹോക്കി. ഹോക്കി. ഹോക്കിയാണ് കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനം. അതായത് ഹോക്കി ക്യാപ്റ്റനും അതേപോലെ തന്നെ ഗോളിയുമായിരുന്നു ശ്രീജേഷ്. ശ്രീജേഷ് കേരളക്കാരനാണ്. അപ്പോൾ ഹോക്കിയാണ് കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ തേടിത്തന്ന കായിക ഇനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 1932 നടന്ന നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1932 നിവർത്തന പ്രക്ഷോഭം നടന്നു. അത് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഉദ്യോഗ സംവരണം. ഉദ്യോഗ സംവരണവുമായാണ് 1932 നിവർത്തന പ്രക്ഷോഭം ബന്ധപ്പെട്ടിരിക്കുന്നത്. ഉദ്യോഗ സംവരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈസ്റ്റിങ്സിനെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. പ്രസ്താവനകൾ വായിച്ച് ശരിയായവ എഴുതുക. ഈസ്റ്റിങ്സിനെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ കൊടുത്തിരിക്കുന്നുണ്ട്. പ്രസ്താവനകൾ വായിച്ച് ശരിയായവ ഏതാണെന്ന് എഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1, 3 എന്നീ പ്രസ്താവനകളാണ് ശരി. 1, 3 എന്നീ പ്രസ്താവനകളാണ് ശരി. അതായത് 1 നോക്കാം, വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണ് ഈസ്റ്റിങ്സ്. വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ. 3, ധാരാതലീയ ഭൂപടത്തിൽ കാണപ്പെടുന്നു. ധാരാതലീയ ഭൂപടത്തിലാണ് കാണുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, 1, 3 ശരിയായ പ്രസ്താവന. മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏത്? മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ചിനൂക്ക്. മഞ്ഞുതീനി എന്നറിയപ്പെടുന്നത് ചിനൂക്കാണ്. ചിനൂക്ക് എന്ന പ്രാദേശികവാദമാണ് മഞ്ഞുതീനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആഗോള മർദ്ദമേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖല കണ്ടെത്തുക. ആഗോള മർദ്ദമേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖല കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ്, മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയെയാണ് നിർവാത മേഖല എന്നറിയപ്പെടുന്നത്. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല നിർവാത മേഖല എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്രയായിരിക്കും? ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ്, 6:30 AM. 6:30 AM ആയിരിക്കും ഇന്ത്യയിലെ സമയം. അതായത് 5.5 മണിക്കൂർ മുന്നിലാണ് ഇന്ത്യൻ സമയം. ഗ്രീനിച്ച് സമയവുമായി 5.5 മണിക്കൂർ മുമ്പിലാണ് ഇന്ത്യൻ സമയം. അപ്പോൾ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിയായിരിക്കുമ്പോൾ 6:30 AM ആണ് ഗ്രീനിച്ചിലെ സമയം. 6:30 AM, 5.5 മണിക്കൂറിൻ്റെ വ്യത്യാസമാണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. താഴെ പറയുന്ന റിട്ടുകളിൽ കൽപ്പന എന്നർത്ഥം വരുന്ന റിട്ട് കണ്ടെത്തുക. മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. താഴെ പറയുന്ന റിട്ടുകളിൽ കൽപ്പന എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, മാൻഡമസ്. മാൻഡമസ് ആണ് കൽപ്പന എന്നർത്ഥം വരുന്ന റിട്ട്. മാൻഡമസ്.
ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അതായത് ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. ഇന്ത്യയിൽ ഹരിത വിപ്ലവം പ്രധാനമായും ഗോതമ്പ്, അരി എന്നീ ഭക്ഷ്യധാന്യങ്ങൾക്ക് ഊന്നൽ നൽകി. അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരി. താഴെ കൊടുത്തിരിക്കുന്ന കാർഷിക വിളകളിൽ നാണ്യവിള അല്ലാത്തത്. നാണ്യവിള അല്ലാത്തത് കൊമേഴ്ഷ്യൽ ക്രോപ്സ് അല്ലെങ്കിൽ ക്യാഷ് ക്രോപ്സ് അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ചോളമാണ് ആൻസർ. ഓപ്ഷൻ സി. പുകയില, കാപ്പി, കരിമ്പ് ഇതൊക്കെ ക്യാഷ് ക്രോപ്സ് ആണ് അല്ലെങ്കിൽ നാണ്യവിളയാണ്. ചോളമാണ് ഫുഡ് ക്രോപ്സ്. ഭക്ഷ്യവിള ചോളമാണ്. ഫുഡ് ക്രോപ്സ് ചോളമാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ചോളം. ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി. എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം എന്നത് ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തതാണ്. എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നതൊക്കെ ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ അതിൽ പെടാത്തതാണ് എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത്. ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെപ്പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി അറിയപ്പെടുന്ന പേര്. ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അതേപോലെ തന്നെ ചൂഷണത്തെപ്പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. കൂട്ട് എന്ന പദ്ധതിയാണ് ബച്പൻ ബച്ചാവോ ആന്തോളനുമായി കേരള പോലീസ് സംയുക്തമായി സംഘടിപ്പിക്കുന്ന പദ്ധതി. ആൻസർ ഓപ്ഷൻ ഡി കൂട്ട്. ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിനായി നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം എത്ര കലോറിയിൽ താഴെ പോഷണം ജനങ്ങൾക്ക് ലഭിക്കണം എന്നാണ് ആസൂത്രണ കമ്മീഷൻ കണക്കാക്കുന്നത്. ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിന് നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം എത്ര കലോറിയിൽ താഴെ പോഷണം ജനങ്ങൾക്ക് ലഭിക്കണം എന്നാണ് ആസൂത്രണ കമ്മീഷൻ കണക്കാക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. 2100 കലോറി. 2100 കലോറിയാണ് 19ൻ്റെ ആൻസർ. ഓപ്ഷൻ എ ആണ്. അപ്പോൾ 2100 കലോറി ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിനായി നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം എത്ര കിലോ കലോറിയിൽ താഴെ പോഷണം ജനങ്ങൾക്ക് ലഭിക്കണം എന്നാണ് ആസൂത്രണ കമ്മീഷൻ കണക്കാക്കുന്നത്. അപ്പോൾ 2100 കലോറിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദി അബോവ്. 1, 2 ആൻഡ് 3. 1, 2, 3 ശരിയാണ്. അതായത് എല്ലാം ശരിയാണ്. ഓൾ ഓഫ് ദി അബോവ് ആണ്. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് താഴെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിലെല്ലാം ശരിയാണ്. അതായത് സൗജന്യ നിയമസഹായവും ഉപദേശവും നൽകുക, നിയമബോധം പ്രചരിപ്പിക്കുക, അതിജീവിതർക്ക് നഷ്ടപരിഹാരം നൽകുക. ഇത് 3 നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യമാണ്. അപ്പോൾ എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓൾ ഓഫ് ദി അബോവ്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇന്ന് നമ്മൾ 20 ക്വസ്റ്റ്യനാണ് നോക്കിയിരിക്കുന്നത്. 2024 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. 2024 ജനുവരി മാസം നടന്ന എക്സാമിലെ ക്വസ്റ്റ്യനാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായി 2023 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2023 ക്വസ്റ്റ്യൻസ് നമ്മൾ മറ്റു വീഡിയോകളിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.